നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. മംഗളൂരു കർണാടകയിൽ മലയാളി യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം കവർന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിൽ യുവതി ഉൾപ്പെടെ 6 പ്രതികൾ അറസ്റ്റിലായിരുന്നു. കാസർഗോഡ് സ്വദേശിയായ 37-കാരനെ കുന്താപൂർ താലൂക്കിലെ കോടിയിൽ താമസിക്കുന്ന അസ്മ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കെണിയിലാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. അസ്മയെ ഫോണിലൂടെയാണ് കാസർഗോഡ് സ്വദേശി സുനിൽകുമാർ പരിചയപ്പെട്ടത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഫോണിൽ വിളിച്ചപ്പോൾ നേരിട്ട് കാണാമെന്ന് യുവതി യുവാവിനോട് പറയുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. കുന്താപുരയിലെ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് കാണാമെന്നായിരുന്നു യുവതി പറഞ്ഞിരുന്നത്. ഇതനുസരിച്ച് യുവാവ് സ്ഥലത്തെത്തി. പിന്നാലെ സ്ഥലത്തെത്തിയ യുവതി പരാതിക്കാരനെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതിന് പിന്നാലെ മറ്റു പ്രതികളും ഇവരുടെ വീട്ടിലെത്തി. ഇതോടെയാണ് യുവാവ് താൻ ചതിയിൽപ്പെട്ടതായി തിരിച്ചറിയുന്നത്. താമസ സ്ഥലത്തെത്തിയ സുനിലിനെ വീട്ടിൽ പൂട്ടിയിട്ട അസ്മ ഇവിടേക്ക് സഹായികളെ വിളിച്ചു വരുത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ഭീഷണിപ്പെടുത്തി 3 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. എന്നാൽ യുവാവ് പണം നൽകാൻ വിസമ്മതിച്ചതോടെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കൈവശമുണ്ടായിരുന്ന 70,000 രൂപ തട്ടിയെടുത്തു. സുനിലിന്റെ കൈവശമുണ്ടായിരുന്ന 6,200 പണം തട്ടിയെടുത്ത ശേഷം UPI വഴി 30,000 അസ്മയുടെ നമ്പറിലേക്ക് നിർബന്ധിച്ച് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ATM കാർഡും തട്ടിയെടുത്തു. പിൻ നമ്പർ ലഭിച്ച ശേഷം 40,000 പിൻവലിച്ച ശേഷം രാത്രി വൈകിയാണ് ഇയാളെ വിട്ടയച്ചത്. കേസിൽ അസ്മ, ബൈന്ദൂർ താലൂക്കിലെ ബഡഗരെ സ്വദേശി സവാദ്, ഗുൽവാടി സ്വദേശി സൈഫുള്ള, ഹാംഗ്ലൂർ സ്വദേശി മുഹമ്മദ് നാസിർ ഷെരീഫ്, കുംബാസി സ്വദേശി അബ്ദുൽ സത്താർ, ശിവമോഗ ജില്ലയിലെ ഹൊസനഗരയിൽ താമസിക്കുന്ന അബ്ദുൽ അസീസ് എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ 2 കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.